ഈ ഒരു ഇല തോരൻ വെച്ച് കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നിൽക്ക വേണ്ട, വേഗം തന്നെ തോരൻ വെച്ച് കഴിക്കാം കേട്ടോ. വേറെ ആരെയല്ല, നമ്മുടെ പയറിൻ്റെ ഇലയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തോരൻ വെക്കാൻ വേണ്ടി പറമ്പിലേക്ക് ഇറങ്ങി കുറച്ച് പയറിൻ്റെ ഇലയ്ക്ക് പൊട്ടിച്ചുകൊണ്ട് ഞാൻ അമ്മയും കൂടി ഇതാ പയറിൻ്റെ ഇല തോരൻ വെക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായി കഴുകി വാരി എടുത്തതിന് ശേഷം നോക്കി ഇതേപോലെ കനം കുറവിൽ അരിഞ്ഞെടുക്കണം. എത്രയോ കനം കുറവിൽ അരിയണോ അത്രയും കനം കുറവിൽ തന്നെ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് നമ്മുടെ പയറിൻ്റെ ഇല നേരെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, പയറിൻ്റെ ഇലയ്ക്ക് നല്ല വേവുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്പി എടുത്തതിന് ശേഷം ഇതാ അടുപ്പത്ത് വെച്ച് ഒരു 3 വിസിൽ വന്നതിന് ശേഷം നോക്കി നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നോക്കി നമ്മുടെ പയറിൻ്റെ ഇലയ്ക്ക് ഒരു എനക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അറിയാമല്ലോ പയറിൻ്റെ ഇലയ്ക്ക് എത്രമാത്രം വേവുണ്ടെന്ന്. അത് നമ്മളിതാ ചൂടാറാൻ വേണ്ടി ഞാൻ നീക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ റെഡിയാക്കണം. അതിനുവേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് ഉണക്ക ചെമ്മീനിട്ട് ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 2 ചുവന്നുള്ളിയും എരിവിൽ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ പയറിൻ്റെ ഇല ഇതാ ഇവിടെ ഇരുന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പിരിയാണ്. അപ്പോൾ നോക്കി ഇതേപോലെ ചാറ് വരും. ഈ ചാറ് നമുക്ക് സൂപ്പായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ കുക്കറിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്ത് അങ്ങനെയും തോരൻ പോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതാ ചാറൊക്കെ പിരിഞ്ഞെടുത്ത് ഇതേപോലെ തരിതരാന്ന് കൈ കൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ ആക്കിയിടുകയാണ്. അപ്പോൾ നമുക്ക് അവസാനം വരെ ചെയ്യുമ്പോൾ നല്ല തരിതരായിട്ട് എളുപ്പത്തിൽ വേറെ തിരിച്ച് നമ്മുടെ ഇലക്ക് എടുക്കും. അതിലേക്ക് നമ്മളിതാ നമ്മുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ കാരണം ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു തുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ട് തിരുമ്പി തന്നെ യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക പയറില തോരൻ റെഡിയായി. അങ്ങനെ തന്നെ ഞാനിത് ആദ്യം അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഇനി എല്ലാവരും ഇതേപോലെ വെച്ച് നോക്കിയോളൂ കേട്ടോ.